സംസ്ഥാനത്ത് തലാസിമിയ പോലുള്ള മാരക രക്തജന്യ രോഗികൾക്കുള്ള മരുന്ന് വിതരണം മുടങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാതെ ആരോഗ്യവകുപ്പ്. ജീവൻ രക്ഷാ മരുന്നുകളും രക്തം കയറ്റുമ്പോൾ ഉപയോഗിക്കുന്ന ഫിൽട്ടർ സെറ്റും സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭിക്കാതായതോടെ ഇവയെല്ലാം വൻ തുക നൽകി പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണ് നിർധനരായ രോഗികൾ. ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. സംസ്ഥാനത്ത് 1000-ലധികം തലസീമിയ രോഗികൾ ഉണ്ടെന്നാണ് കണക്ക്. മാരക ജനിതക രോഗമായ തലസീമിയ ബാധിച്ചവരെ ഭിന്നശേഷി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്കുള്ള മരുന്നുകൾ സർക്കാരാണ് സൗജന്യമായി നൽകേണ്ടത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി മരുന്നിന് ഗതിയില്ലാതെ എണ്ണമറ്റ മാരക രക്തജന്യ രോഗികൾ മരണത്തോട് പോരാടുകയാണ്. ജീവൻ രക്ഷാ മരുന്നുകളും രക്തം കയറ്റുമ്പോൾ ഉപയോഗിക്കുന്ന ഫിൽട്ടർ സെറ്റും സർക്കാർ ആശുപത്രികളിൽ നിന്ന് കിട്ടാതായതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ജീവൻ നിലനിർത്താൻ അമിത വില കൊടുത്ത് മരുന്നും ഫിൽട്ടർ സെറ്റും പുറത്തുനിന്നും വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. മെഡിക്കലിൽ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഭയാനകമായ ഒരു അവസ്ഥയിലൂടെയാണ് രോഗികൾ കടന്നു പോകുന്നത്. ലൂക്കോസൈറ്റ് ഫിൽറ്റർ സെറ്റ് ഇല്ലാത്തതുകൊണ്ട് കാരണം ഗുരുതരമായ റിയാക്ഷൻ ആയി ദുരിതം അനുഭവിക്കേണ്ട സ്ഥിതിയാണ്. രക്തം കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴുള്ള തലസീമിയ രോഗികളുടെ ഓരോ തലസീമിയ രോഗികളുടെയും അനുഭവം. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ പൃഥ്വിരാജിന്റെ മകന് 2.5 വയസ്സ് മുതലാണ് തലസീമിയ സ്ഥിരീകരിക്കുന്നത്. മാസത്തിൽ 2 തവണയെങ്കിലും രക്തം കയറ്റണം. ഇതിനുവേണ്ട ബ്ലഡ് ലൂക്കോസൈറ്റ് ഫിൽറ്റർ സെറ്റും ജീവൻ രക്ഷാ മരുന്നുമൊക്കെ മെഡിക്കൽ കോളേജിൽ നിന്ന് സൗജന്യമായി ലഭിച്ചിരുന്നുവെങ്കിലും ഒരു കൊല്ലത്തിലധികമായി ഇപ്പോൾ മരുന്നും ഉപകരണങ്ങളും കിട്ടുന്നില്ല. ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് രോഗികൾ പറയുന്നു. എൻ്റെ മോന് 4 ഗുളിക കഴിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് 4200 രൂപ ഡഫ്രിജിറ്റാണെങ്കിൽ മറ്റേത് 16000 രൂപ അടുത്ത് വരുന്നു. പിന്നെ അസുണ്ട്രതൊക്കെ പറഞ്ഞതിൽ നല്ല ഗുളികയുണ്ട്. അത് 8000-ന് മുകളിലാവും മാസത്തിലേക്ക് വേണ്ടി വരും. സാമ്പത്തികമായ ഭദ്രതയുള്ള ആളുകളും ആരും ഇല്ല ഇതിനകത്ത്. കുറച്ച് രോഗികൾ കേരളത്തിൽ മുഴുവനുള്ളതല്ലേ. അപ്പോൾ ഗവൺമെൻറ് തീർച്ചയായും ഇത്തരം ഒരു രോഗികൾക്ക് ഒരു പരിഗണന നൽകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് തലസീമിയ രോഗികളും രക്ഷിതാക്കളും ഇപ്പോൾ സമരരംഗത്താണ്. മരുന്ന് ലഭ്യമാക്കുമെന്ന ആരോഗ്യവകുപ്പിന്റെ ഉറപ്പ് പാഴ്വാക്കായെന്നാണ് ആക്ഷേപം. തലസീമിയ രോഗികൾക്ക് തദ്ദേശ സ്വയംഭരണ സംവിധാനം വഴി ജീവൻ രക്ഷാ മരുന്നും ഉപകരണങ്ങളും നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. തദ്ദേശ സ്ഥാപനങ്ങളുടെ പാലിയേറ്റീവ് കെയർ പദ്ധതിയുമായി ബന്ധിപ്പിച്ച് മരുന്നുകൾ മുടങ്ങാതെ നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച നിവേദനവും ഫലം കണ്ടില്ല. ഒഴിവു കഴിവുകൾ പറഞ്ഞ ആരോഗ്യവകുപ്പും രോഗികളെ കൈവിട്ടു കഴിഞ്ഞു. കുടിശ്ശിക കാരണം ടെൻഡറിൽ പങ്കെടുക്കാൻ മരുന്ന് കമ്പനികൾ മുന്നോട്ട് വരാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. മരണം വരെ സംഭവിച്ചേക്കാമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് രോഗികളും ബന്ധുക്കളും. വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ടിടപെട്ടിട്ടും പ്രശ്നത്തിന് നാളിതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല. ഇവർക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നിരിക്കെയാണ് ഈ അനാസ്ഥ. ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.